അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മാസം ബഹുമാനപ്പെട്ട റിഫായി ഷേഖ് തങ്ങൾ സ്മരിക്കപ്പെടുന്ന മാസമാണല്ലോ. മഹാനവറുകൾ അള്ളാഹുവിലേക്ക് എത്തിപ്പെടാൻ, അള്ളാഹുവിൻ്റെ പ്രീതി നുകരാൻ മഹാനവറുകൾ എടുത്തിരിക്കുന്ന വഴി കാരുണ്യത്തിൻ്റെ ആളായിട്ട്, കാരുണ്യത്തിൻ്റെ ഒരു സേവകനായിട്ട് മാറുക, എല്ലാ ജനങ്ങളോടും കരുണ നിലയിൽ വർത്തിക്കുക, എല്ലാ വസ്തുക്കൾക്കും തന്നോട് കഴിയുന്ന രൂപത്തിലുള്ള സേവനങ്ങൾ ചെയ്ത് അതിലൂടെ റബ്ബിൻ്റെ പ്രീതി സ്വായത്തമാക്കുക എന്നുള്ളതായ ഒരു സമ്പ്രദായമായിരുന്നു മഹാനവറുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പാവപ്പെട്ടവരായ ആളുകൾക്ക് ഭക്ഷണവും വസ്ത്രവും ഒക്കെ നൽകി ആലും ബഹീനരായിട്ട് കഴിയുന്നതായ, ആരും ശുശ്രൂഷിക്കാനും സേവകരായിട്ടും ആരും ഇല്ലാത്ത ആളുകൾക്ക് സേവകനായി മാറിയും മഹാനവറുകൾ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു. എത്രത്തോളം എന്നാൽ മനുഷ്യേതര ജീവികളിലേക്ക് പോലും മഹാനവറുകൾ അവരുടെ ആ കാരുണ്യത്തിൻ്റെ കൈനീട്ടം നീണ്ടു കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഭാഗമെന്നോണമാണ് 40 ദിവസത്തോളം കുഷ്ഠരോഗം പിടിച്ച ഒരു നായയെ മഹാനവറുകൾ ചികിത്സിക്കുകയാണ്. കണ്ടു നിന്ന അനുചരൻ ചോദിച്ചു, എന്തിനാ ഇത്രയൊക്കെ? മഹാനവറുകളുടെ മറുപടി, ഈ നായയുടെ കാര്യത്തിൽ എൻ്റെ റബ്ബ് എന്നോട് ചോദ്യം ചോദിച്ചാൽ അതിന് ഈ അഹമ്മദ് എന്ത് മറുപടിയാണ് പറയുക എന്നുള്ളതാണ്. കാര്യം വളരെ ഗൗരവമാണെങ്കിലും മഹാനവറുകൾ പറഞ്ഞ മറുപടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള അള്ളാഹുവിൻ്റെ കോർട്ടിൽ അള്ള ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെ ഞാൻ പ്രതികരിക്കും എന്നതായിരുന്നു മഹാനവറുകളുടെ ആശങ്കയെങ്കിൽ, അതുപോലെ തന്നെ മഹാനവറുകളുടെ കമ്മീസിൽ ഒരു പൂച്ച കിടന്നു ഉറങ്ങുകയാണ്. ഇത് കണ്ട മഹാനവറുകൾ നിസ്കാരത്തിന് സമയമായപ്പോൾ ആ കമ്മീസിന്റെ ഭാഗം, പൂച്ച കിടക്കുന്ന ഭാഗം വെട്ടി ഒഴിവാക്കി മഹാനവറുകൾ ആ കമ്മീസുമായിട്ടാണ് നിസ്കരിക്കാൻ പോയത്. തിരിച്ചു വന്ന് മഹാനവറുകൾ വന്നപ്പോൾ പൂച്ച അവിടുന്ന് സ്ഥലം വിട്ടിരുന്നു. മഹാനവറുകൾ ആ പൂച്ച കിടന്ന ആ ശേഷിക്കുന്ന ആ കണ്ടമെടുത്ത് അതിൽ തുന്നിപ്പിടിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ ഇത്രത്തോളം ജീവികളെയും മനുഷ്യന്മാരെയും എല്ലാം ആ സേവനങ്ങളെ കൊണ്ട് സ്നേഹിച്ച് റബ്ബിൻ്റെ സ്നേഹം പ്രീതി കരഗതമാക്കിയ മഹാനവറുകളായിരുന്നു അവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അതുപോലെ മറ്റുള്ള ജീവികളോടൊക്കെ കരുണ കാണിച്ച് മുന്നേറാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, മാത്രമല്ല കരുണ കാണിക്കുന്ന ആളുകൾക്ക് റബ്ബിൻ്റെ കാരുണ്യം എത്തുകയുള്ളൂ എന്നുള്ളതായ വചനവും നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നുള്ളത് ഓർമ്മപ്പെടുത്തി, അള്ളാഹു പൂർണ്ണമായും റബ്ബിൻ്റെ പ്രീതി ഇത്തരം സൽ സ്വഭാവങ്ങളിലൂടെ നേടിയെടുക്കാൻ നാഥൻ നമ്മെ തുണക്കട്ടെ എന്ന് പ്രവർത്തിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.